ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും സുപ്രഭാതം നേരുന്നു. നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യൻ നാഷണൽ മൂവ്മെൻറ്റ് സെക്കൻഡിലെ 6ാമത്തെ ബ്ലോക്കിലെ 3ാമത്തെ പാഠമാണ് കൺസെപ്റ്റ് ഓഫ് ഡെവലപ്മെൻറ്റ്. വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. അതിൽ നെഹ്റുവിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പ്രോവർട്ടി ഇല്ലാതാക്കുക, പൊളിറ്റിക്കൽ നമ്മുടെ ഇന്ത്യയിൽ നിന്ന് എങ്ങനെയുള്ള നമ്മളെ ഇന്ത്യ ആക്കുക, ദാരിദ്ര്യമില്ലാത്ത സ്വയം പര്യാപ്തത നേടുന്ന ഇത് എക്കണോമിക് സാമ്പത്തികമായി പുരോഗതിയുള്ള ഒരു ഇന്ത്യയാക്കി മാറ്റണം. ഇവിടെയുള്ള എല്ലാവരും വിദ്യാഭ്യാസമുള്ളവരും സാമ്പത്തികമായി പുരോഗതിയുള്ളവരും ആയ ഒരു ജനതയെ ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് ജവഹർലാൽ നെഹ്റു പ്ലാനിങ്ങുകൾ കൊണ്ടുവന്നത്. അദ്ദേഹത്തിന് 1914-47 കാലഘട്ടം ഇന്ത്യക്ക് സ്വന്തമായ ഒരു കൺട്രോൾ ഇൻഡസ്ട്രിയൽ വേണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാരുടെ കടന്നുകയറ്റൽ കാരണം ഒന്നിനും കഴിഞ്ഞില്ല. എന്നാൽ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയതോടെ അദ്ദേഹം ഇന്ത്യയെ ഒരു പുതിയ രാഷ്ട്രമാക്കി മാറ്റാൻ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം പ്ലാനിംഗ് കമ്മീഷൻ കൊണ്ടുവരുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ അതിൻ്റെ ഗോള് ഫുള്ളും 1938 ഉണ്ടായിരുന്നത്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ NPC 1938 ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ കമ്മീഷനെ കുറിച്ചുള്ള ഒരു ഇന്ത്യയുടെ നേട്ടത്തിനെ കുറിച്ചുള്ള ലക്ഷ്യം ഫുള്ളസ്റ്റ് ആയിട്ട് 1938 കറാച്ചി റെസൊല്യൂഷൻ 1931 നടക്കുമ്പോഴും അവിടുത്തെ ഇൻഡസ്ട്രീസിൻ്റെ കൺട്രോള്, അവിടുത്തെ സ്രോതസ്സുകൾ, റെയിൽവേ, വാട്ടർവേസ്, പബ്ലിക് ട്രാൻസ്പോർട്ട്, ഗതാഗതം, അങ്ങനെ ജലമാർഗങ്ങളും ഗതാഗത മാർഗങ്ങളും എല്ലാം ഒരു പബ്ലിക് സെക്ടർ ആൻഡ് പാർട്ടിഷ്യൽ നാഷണലൈസേഷൻ ആക്കണമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. പൊതു കാര്യങ്ങൾ പൊതു സെക്ടറാക്കി മാറ്റുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. എന്നാൽ ബോംബെ പ്ലാൻ 1944 ബോംബെ പ്ലാൻ വരുന്നത്. ആസൂത്രണവുമായി ബന്ധപ്പെട്ട പദ്ധതിയാണ് ബോംബെ പ്ലാൻ. ബോംബെ പദ്ധതിക്ക് നേതൃത്വം കൊടുത്തത് അർദേശ്വർ ദാലാണ്. JRD ടാറ്റ, GD ബിർള, പുരുഷോത്തം ദാസ്, താക്കൂർ ദാസ്, AD ഷെറോഫ്, കസ്തൂർബായി, ലാൽബായി, ഷീറാം എന്നിവർ ഈ പദ്ധതിയിൽ പിന്നിൽ പ്രവർത്തിച്ച പ്രമുഖ വ്യവസായികളാണ്. ബോംബെ പദ്ധതിയിൽ പിന്നിൽ പ്രവർത്തിച്ച മലയാളിയാണ് ജോൺ മത്തായി ആയിരുന്നു. അപ്പോൾ 1944 ബോംബെ പദ്ധതി. അപ്പോൾ ഈ ബോംബെ പദ്ധതിയിലെ ഉദ്ദേശങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ദേശീയ ആസൂത്രണ ചരിത്രത്തിലെ മറ്റൊരു നാഴികക്കല്ലാണ് ഈ ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. 1944 ബോംബെ പ്ലാൻ സാമ്പത്തിക വികസനത്തിൽ സർക്കാരിൻ്റെ പങ്കാളിത്തവും നിയന്ത്രണവും ഉറപ്പാക്കുക, കാർഷിക മേഖലയിലെ ഉൽപ്പാദനം ഇരട്ടിയാക്കുക, വ്യവസായ രംഗത്തെ വളർച്ച 5% കണ്ട് ഉയർത്തുക എന്നിവയായിരുന്നു ബോംബെ പ്ലാനിൻ്റെ പ്രധാന നിർദ്ദേശങ്ങൾ. എ ബ്രീഫ് മെമ്മോറാണ്ടം ഔട്ട്ലൈനിങ് എ പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ എന്നായിരുന്നു ഈ പദ്ധതിയുടെ ശീർഷകം. അങ്ങനെ JD ടാറ്റ ഉൾപ്പെടെയുള്ള ബിർളയും അങ്ങനെ ലാലാ ഷീറാം, കസ്തൂർബായി, അങ്ങനെ ഒത്തിരി പേർ, അതിൽ നമ്മളെ ജോൺ മത്തായി നമ്മുടെ ഇന്ത്യക്കാരനുമായിരുന്നു. ഇവരെല്ലാവരും കൂടെയാണ് ബോംബെ പ്ലാൻ ഒപ്പുവെച്ചത്. എന്നാൽ 1945 ജനകീയ ആസൂത്രണം MN റോയിയാണ് കൊണ്ടുവന്നത്. ചിന്തയുടെയും പ്രവൃത്തിയുടെയും മനുഷ്യനായിട്ടാണ് MN റോയ് തന്നെ വിശേഷിപ്പിക്കുന്നത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ഭരണഘടനയുടെ കരട് സാമ്പത്തിക ആസൂത്രണ മേഖല എഴുതി തയ്യാറാക്കി 1944 റോയ് ശ്രമം തുടങ്ങി. തൻ്റെ സാമ്പത്തിക ആസൂത്രണ പദ്ധതി ജനകീയ ആസൂത്രണ പദ്ധതി എന്ന റോയ് വിളിച്ചത് പീപ്പിൾ പ്ലാൻ ഫോർ ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ഇന്ത്യ എന്നാണ്. അതുപോലെ തന്നെ ആസൂത്രണത്തിൻ്റെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളാണ് വളർച്ച, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം, തുല്യത. രാജ്യത്തെ മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദന വർധനവ് ഏത് പേരിലാണ് അറിയപ്പെടുന്നത് വെച്ചാൽ അത് വളർച്ച എന്ന പേരിലാണ് അറിയപ്പെടുന്നത്, ഗ്രോത്താണ്. അതുപോലെ തന്നെ ആധുനികവൽക്കരണം, മോഡേണൈസേഷൻ, ഉൽപ്പാദന വർധനവും മനുഷ്യഭേദത്തിനും ലഘൂകരണത്തിനും കാരണമാകുന്ന വിധത്തിൽ നൂതന സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തുന്ന എന്നതാണ്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണം, സാമൂഹ്യ സുരക്ഷിതത്വം എന്നിവ പുതിയ സാമൂഹ്യ മാറ്റങ്ങൾക്ക് കാരണമായി ആധുനികവൽക്കരണത്തിൽപ്പെടുന്നു.
ലഭ്യമായ വിഭവങ്ങൾ ഉപയോഗിച്ച് രാജ്യത്തിൻ്റെ മാനവശേഷി പ്രയോജനപ്പെടുത്തി കൃഷി, വ്യവസായം, സേവന മേഖലയിൽ സ്വയം പര്യാപ്തത നേടാനും വിദേശ ആശ്രയത്വം ഇല്ലാതാക്കാനും ലക്ഷ്യമിടുന്നതായിരുന്നു സ്വാശ്രയത്വം, സെൽഫ് റിലയൻസ് എന്ന് പറയുന്നത്. ഇന്ത്യയിലെ എല്ലാ പൗരന്മാർക്കും അടിസ്ഥാന ആവശ്യങ്ങളായ ആഹാരം, വസ്ത്രം, പാർപ്പിടം, വിദ്യാഭ്യാസം, കുടിവെള്ളം, ആരോഗ്യരക്ഷ തുടങ്ങിയവ നിറവേറുകയും സമ്പത്തിൻ്റെ നീതിപൂർവകമായ വിതരണം സാധ്യമാവുകയും ചെയ്യുക എന്നതായിരുന്നു ഇതിൻ്റെ ലക്ഷ്യം, തുല്യതയുടെ ലക്ഷ്യം. അങ്ങനെ അദ്ദേഹം കൊണ്ടുവന്ന പ്ലാനാണ് 5 ഇയർ പ്ലാൻ. 5 വർഷത്തിൽ ഒരിക്കലാണ് ഇതിന് മാറ്റം വരുന്നത്. 5 ഇയർ പ്ലാൻ. അതിൽ 5 ഇയർ പ്ലാനിൽ 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത്. 1951 ഫസ്റ്റ് 5 ഇയർ പ്ലാൻ വരുന്നത്. 1951 ഡിസംബർ 8 പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ആണ് 1-ാം പഞ്ചവത്സര പദ്ധതി പാർലമെന്റിൽ അവതരിപ്പിച്ചത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി ഹരോൾഡ് ഡോമർ മാതൃകയുടെ അടിസ്ഥാനത്തിലാണ് നടപ്പിലാക്കിയത്. ഹരോൾഡ് ഡോമർ അതാണ് 1-ാം പഞ്ചവത്സര പദ്ധതി. നിക്ഷേപത്തിൻ്റെയും മൂലധനത്തിൻ്റെയും ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നു എന്നതാണ് ഈ മാതൃകയുടെ അടിസ്ഥാനം. എന്തൊക്കെയാണ്? നിക്ഷേപത്തിൻ്റെയും മൂലധനത്തിൻ്റെയും ഉൽപാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക വളർച്ച വിലയിരുത്തുന്നു. കാർഷിക മേഖലയ്ക്കാണ് ജലസേചന പദ്ധതികൾക്കുമാണ് 1-ാം പദ്ധതി പ്രാധാന്യം നൽകിയത്. അപ്പോൾ 2.1% വളർച്ച നേടുന്നതിനാണ് ഈ പദ്ധതി വിഭാവനം ചെയ്തതെങ്കിലും 3.6% വളർച്ച നേടുവാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ലോകാരോഗ്യ സംഘടനയുമായി ചേർന്ന് ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിനുള്ള പദ്ധതികൾ ഈ കാലയളവിൽ ആരംഭിച്ചിരുന്നു. 1956 5 IIT-കൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജികൾ സ്ഥാപിച്ചു. 1956 5 IIT-കൾ സ്ഥാപിച്ചു. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്കായി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ 1956 നിലവിൽ വന്നു. അപ്പോൾ UGC നിലവിൽ വന്നത് 1956. IIT നിലവിൽ വന്നത് 1956. എല്ലാം ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷനിലാണ് വന്നത്. പഞ്ചവത്സര പദ്ധതിയിലാണ് ഇതെല്ലാം വന്നത്. പ്രൊഫസർ വേദപ്രകാശാണ് നിലവിൽ UGC ചെയർമാൻ ആയിരുന്നത്. UGC വൈസ് ചെയർമാനായി ആദ്യ മലയാളി ഡോക്ടർ VN രാജഗോപാൽ പിള്ളയായിരുന്നു നിയമിച്ചത്. അതുപോലെ 1956 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് മെഡിക്കൽ സയൻസ് എയിംസ് ഡൽഹിയിൽ സ്ഥാപിച്ചത് 1956 1956 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ടായ എയിംസ്, ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് എയിംസ് നിർമ്മിച്ചത്. 2012 ഓഗസ്റ്റ് 20 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ഭേദഗതി ആക്ട് ലോക്സഭ പാസാക്കുകയും തുടർന്ന് പാട്ന, ഭോപ്പാൽ, ഭുവനേശ്വർ, ജോധ്പൂർ, റായ്പൂർ, ഋഷികേശ് എന്നിവിടങ്ങളിൽ പുതിയ എയിംസ് സ്ഥാപിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ 1-ാം പഞ്ചവത്സര പദ്ധതി 1951 ഏപ്രിൽ 1 പഞ്ചവത്സര പദ്ധതി ആരംഭിക്കുകയും ഫക്രാനങ്കൽ, ഹിരാക്കുട്ടി എന്നിവയുടെ നിർമ്മാണവും ദാമോദർ വാലി പദ്ധതിയും ആരംഭിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് 1-ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത്. പിന്നെ കുടുംബാസൂത്രണത്തിന് പ്രാധാന്യം നൽകിയത് 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. ജലസേചനവും കൃഷിയും വൈദ്യുതിയും 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. കാർഷിക പദ്ധതി 1-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 3.6% കൈവരിച്ചത്. സാമൂഹിക വികസന പദ്ധതികൾ 1952 ഒക്ടോബർ 2 ആരംഭിച്ചത്. ഗ്രാമങ്ങളിലെ ഭൗതികവും മാനുഷികവുമായ വിഭവങ്ങൾ പരിപൂർണമായ വികസനത്തിന് ലക്ഷ്യമിട്ടു. സാമൂഹിക വികസന പദ്ധതിയായ കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ എക്സ്റ്റൻഷൻ സർവീസ് എന്നിവ ആരംഭിച്ചത് 1-ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. ഇനി നമുക്ക് നോക്കാം 2-ാം പഞ്ചവത്സര പദ്ധതി. 2-ാം പഞ്ചവത്സര പദ്ധതി എന്തൊക്കെയാണ് വിഭാവനം ചെയ്യുന്നത് നോക്കാം. 1-ാം പദ്ധതിയുടെ ഇരട്ടി വലിപ്പമുള്ള 2-ാം പദ്ധതിയുടെ അടിസ്ഥാനം പ്രൊഫസർ മഹലനോബിസ് തയ്യാറാക്കിയ ആസൂത്രണ മോഡലായിരുന്നു. PC മഹലനോബിസ്. ദേശീയ വരുമാനം 25% കണ്ട് വർദ്ധിപ്പിക്കുക, മൗലിക വ്യവസായങ്ങളുടെ വികസനത്തിന് ഊന്നിക്കൊണ്ടുള്ള വ്യവസായവൽക്കരണം, പരമാവധി തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, സാമ്പത്തിക
അസമത്വം കുറയ്ക്കുക എന്നിവയായിരുന്നു രണ്ടാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഇൻഡസ്ട്രി ആൻഡ് ട്രാൻസ്പോർട്ട് പ്ലാൻ എന്നാണ് രണ്ടാം പദ്ധതി അറിയപ്പെടുന്നത്. അതുപോലെ സ്റ്റീൽ പ്ലാന്റുകളായ റൂർക്കേല, ഭിലായ്, ദുർഗാപൂർ ഈ കാലയളവിൽ ആരംഭിച്ചു. മാനേജ്മെന്റ് രംഗത്തെ ഉന്നത പഠനത്തിനായി 1961 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് കൽക്കട്ടയിൽ ആരംഭിച്ചു. അഹമ്മദാബാദിൽ ആരംഭിച്ചു. 4.5% ആഭ്യന്തര വളർച്ച ലക്ഷ്യം കണ്ടിരുന്ന സ്ഥാനത്ത് 4.0% വളർച്ച നേടാനാണ് കഴിഞ്ഞത്. 6.4% വളർച്ചയെ നേടിയുള്ളൂ. വ്യവസായങ്ങളുടെ ആരംഭിക്കുന്നതിനാൽ ലൈസൻസ് സംവിധാനം ഏർപ്പെടുത്തിയ ലൈസൻസ് രാജിലേക്ക് ഉദ്യോഗസ്ഥരെ നയിച്ചതും രണ്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. അപ്പോൾ മെയിനായിട്ട് വ്യവസായവൽക്കരണത്തിന് കൂടുതൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ആവിഷ്കരിച്ച പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. വ്യാവസായിക പദ്ധതി എന്നാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി അറിയപ്പെടുന്നത്. 1955 കോൺഗ്രസിൻ്റെ ആവാടി സമ്മേളനത്തിൽ അംഗീകരിച്ച സോഷ്യലിസ്റ്റ് സമൂഹത്തെ വാർത്തെടുക്കുക എന്ന ഉദ്ദേശം രണ്ടാം പദ്ധതിക്കുണ്ടായിരുന്നു. 1956 രണ്ടാം വ്യാവസായിക നയം പ്രഖ്യാപിച്ചു. തൊഴിലില്ലായ്മ കുറയ്ക്കുക, ദേശീയ വരുമാനം ഉയർത്തുക എന്നിവ രണ്ടാം പദ്ധതിയുടെ ഉപലക്ഷ്യങ്ങളായിരുന്നു. രണ്ടാം പദ്ധതി കാലത്താണ് ഇരുമ്പുരുക്ക് ശാലകളായ നമ്മൾ പറഞ്ഞു ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടീഷ് സഹായത്തോടെയും, ഭിലായി ഛത്തീസ്ഗഡ് റഷ്യൻ സഹായത്തോടെയും, റൂർക്കേല ഒഡീഷ ബർമൻ സഹായത്തോടെയും സ്ഥാപിക്കപ്പെട്ടു. റൂർക്കേല ഒഡീഷ ജർമ്മൻ സഹായത്തോടെയും സ്ഥാപിക്കപ്പെട്ടു. നമ്മുടെ എന്തൊക്കെയാണ്? ദുർഗാപൂർ പശ്ചിമ ബംഗാൾ ബ്രിട്ടീഷ് സഹായം, ഭിലായ് ഛത്തീസ്ഗഡ് റഷ്യൻ സഹായം, റൂർക്കേല ഒഡീഷ ജർമ്മൻ സഹായം എന്നിവ സ്ഥാപിക്കപ്പെട്ടു. രണ്ടാം പദ്ധതി 4.27% വളർച്ചാ നിരക്കാണ് കൈവരിച്ചത്. ലക്ഷ്യം വരിച്ചത് 4.5% വളർച്ചാ നിരക്കായിരുന്നു. ഇനി മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-66 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഒന്നാം പഞ്ചവത്സര പദ്ധതി 1956 5 വർഷം കൂടി. രണ്ടാം പദ്ധതി 1961 കാലഘട്ടത്തിലാണെങ്കിൽ മൂന്നാം പദ്ധതി 1965-66 കാലഘട്ടം 1961-66 കാലഘട്ടത്തിലായിരുന്നു. 1961-66 കാലഘട്ടത്തിലായിരുന്നു. ഒന്നാം പഞ്ചവത്സര പദ്ധതി 1951-1956, രണ്ടാം പഞ്ചവത്സര പദ്ധതി 1956-1961, മൂന്നാം പഞ്ചവത്സര പദ്ധതി 1961-1966 കാലഘട്ടത്തിലായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി നോക്കാം. 4 പ്രധാനമന്ത്രിമാർ പദ്ധതി കാലയളവിൽ രാജ്യം ഭരിച്ചു. ഈ പദ്ധതി സമയത്ത് ഈ മൂന്നാമത്തെ പദ്ധതി നടക്കുമ്പോൾ 4 പ്രധാനമന്ത്രിമാരാണ് ഈ നമ്മുടെ ഭരിച്ചത്. ജവഹർലാൽ നെഹ്റു 1964 മെയ് 27 വരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗുൽസാരിലാൽ നന്ദ 1964 മെയ് 27 മുതൽ 1964 ജൂൺ 9 വരെയും, ലാൽ ബഹദൂർ ശാസ്ത്രി 1964 മുതൽ ജൂൺ 9 മുതൽ 1966 ജനുവരി 11 വരെയും, ഗുൽസാരിലാൽ നന്ദ 1966 മുതൽ ജനുവരി 11 മുതൽ ജനുവരി 24 വരെയും, തുടർന്ന് ഇന്ദിരാഗാന്ധിയും 1966 ജനുവരി 24 മുതൽ രാജ്യം ഭരിച്ചു തുടങ്ങുകയാണ് ചെയ്തത്. മൂന്നാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ മൂന്നാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ നൽകിയത് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കായിരുന്നു. ഭക്ഷ്യ സ്വയം പര്യാപ്തതയ്ക്ക് ഊന്നൽ നൽകിയത് മൂന്നാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതി കൃഷിക്കാണെങ്കിൽ, രണ്ടാമത്തത് ഇൻഡസ്ട്രിയലിനാണെങ്കിൽ, വ്യവസായത്തിനാണെങ്കിൽ, മൂന്നാമത്തത് സ്വയം പര്യാപ്തത സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തതയ്ക്കാണ് പ്രാധാന്യം നൽകിയത്. 1961-1966 കാലഘട്ടത്തിലാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി. 1962 ഇന്ത്യ ചൈന യുദ്ധവും 1965 ഇന്ത്യ പാക് യുദ്ധവും കടുത്ത വളർച്ചയ്ക്ക് കാരണമായി. 5.6% വളർച്ച ലക്ഷ്യമിട്ട പദ്ധതിക്ക് വെറും 2.4% വളർച്ച മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. പിന്നെ അടുത്ത വരുന്നത് ഏതാണെന്ന് വെച്ചാൽ നാലാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലും ഇതിനിടയിൽ എന്ത് സംഭവിച്ചു? പ്ലാൻ ഹോളിഡേ വന്നു. 1966, 67, 68, 69. അപ്പോൾ പ്ലാൻ ഹോളിഡേ വന്നത് എന്താണ്? പ്ലാൻ ഹോളിഡേ എന്താണ്? 1966 മുതൽ 1969 വരെയുള്ള 3 വർഷക്കാലത്തിനെയാണ് പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. 1966 മുതൽ 1969 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലവിൽ വന്നത്. വാർഷിക പദ്ധതി എന്ന് പറയുമ്പം
ആഗസ്റ്റിൽ 1966 ഓഗസ്റ്റിൽ 4-ാം പദ്ധതിയുടെ കരട് രേഖ പ്രസിദ്ധീകരിച്ചുവെങ്കിലും 3-ാം പദ്ധതിയുടെ പാളിച്ചകളും വിഭവ പരിമിതിയും 4-ാം പദ്ധതിയുടെ നടത്തിപ്പിന് തടസ്സമായി. 1967 പുനഃസംഘടിപ്പിക്കപ്പെട്ട ആസൂത്രണ കമ്മീഷൻ പഞ്ചവത്സര പദ്ധതികൾക്ക് പകരം 1966-69 കാലത്തേക്ക് തുടർച്ചയായി 3 വാർഷിക പദ്ധതികൾക്ക് രൂപം നൽകി. കൃഷിക്കും ചെറുകിട ജലസേചനത്തിനും മുൻ പദ്ധതികളിൽ പൂർത്തിയാകാതെ കിടന്ന വികസന പദ്ധതികളുടെ പൂർത്തീകരണത്തിനാണ് വാർഷിക പദ്ധതികൾ മുൻഗണന നൽകിയത്. ദേശീയ വരുമാനത്തിൽ 3.7%, പ്രതിശീർഷ വരുമാനത്തിൽ 1.5% വാർഷിക വളർച്ച പദ്ധതി കാലയളവിൽ വേണ്ടി 3-ാം പദ്ധതി കാലത്ത് ലക്ഷ്യം വെച്ച ഭക്ഷ്യ സ്വയം പര്യാപ്തത എന്ന സ്വപ്നം ഇക്കാലത്ത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഇതാണ് പിന്നീട് ഹരിത വിപ്ലവം എന്ന പേരിൽ അറിയപ്പെട്ടത്. വാർഷിക പദ്ധതി കാലയളവിൽ പ്ലാൻ ഹോളിഡേ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അടുത്ത 4-ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ച് നോക്കാം. 1969 മുതൽ 74 വരെ 1974 വരെയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുന്നത്. ദേശീയ വരുമാനത്തിൽ 5.5% വാർഷിക വർധന ഉണ്ടാകുക, ഉൽപ്പാദന വർധനയുടെ ഗതിവേഗം കൂട്ടുക, സ്വയം പര്യാപ്തത നേടുക, വില സ്ഥിരത ഉണ്ടാക്കുക, ഉപഭോക്തൃ സാധനങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക, പണപ്പെരുപ്പം തടയുക എന്നിവയായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളെന്ന് പറയുന്നത്. 1969 19 ബാങ്കുകൾ ദേശാൽക്കരിച്ചത് ഈ സമയത്തായിരുന്നു. സ്ഥിരതയോടുകൂടി വളർച്ച, സ്വാശ്രയത്വം നേടിയെടുക്കുക എന്നിവയായിരുന്നു 4-ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. വ്യവസായ രംഗത്ത് 9%, കാർഷിക രംഗത്ത് 5.6% വളർച്ചയാണ് ലക്ഷ്യമിട്ടിരുന്നത്. ദുർബല വിഭാഗങ്ങളുടെ ഉന്നമനത്തിന് ഊന്നൽ നൽകിയ പദ്ധതിയാണ് 4-ാം പഞ്ചവത്സര പദ്ധതി. ഇൻഡോ പാക് യുദ്ധം 1971 ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹവും പദ്ധതി പരാജയപ്പെടാൻ കാരണമായി. 3.3% വളർച്ച കൈവരിക്കാനേ ഈ പദ്ധതിക്ക് കഴിഞ്ഞുള്ളൂ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് പിന്നെ 5-ാം പഞ്ചവത്സര പദ്ധതിയിലോട്ട് പോകാം. എന്താണ് 5-ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നതെന്ന് വെച്ചാൽ 1974 മുതൽ 1979 വരെയാണ് 5-ാം പഞ്ചവത്സര പദ്ധതി പ്രാമുഖ്യം നൽകിയത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് 5-ാം പഞ്ചവത്സര പദ്ധതി എന്ന് ഉദ്ദേശിക്കുന്നത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ്. തൊഴിലില്ലായ്മയാണ് ദാരിദ്ര്യത്തിൻ്റെ മൗലിക കാരണമെന്ന് ധാരണയിൽ അടിസ്ഥാനമാക്കിയുള്ള വികസന തന്ത്രമാണ് 5-ാം പദ്ധതി സ്വീകരിച്ചത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ അജണ്ടയായി സ്വീകരിച്ചുള്ള ഈ പദ്ധതിയിൽ 5.5% വാർഷിക വളർച്ചയാണ് ലക്ഷ്യം വെച്ചത്. ഇന്ത്യയുടെ സമുദ്ര പര്യവേഷണ കേന്ദ്രമായ ബോംബെ ഹൈയിൽ 1974 എണ്ണ ഉൽപ്പാദനം ആരംഭിച്ചത് ഈ പദ്ധതി കാലത്താണ്. അതുപോലെ തന്നെ 20 പരിപാടിയിലെ ആദ്യ ഇനം ജോലിക്ക് പകരം ഭക്ഷണം, പുവർ ഫോർ വർക്ക് പ്രോഗ്രാം. ഇത് 1975 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. ഹരീബി ഘടാവോ എന്നായിരുന്നു 20 പരിപാടി, ആദ്യ 20 പരിപാടി. അപ്പോൾ ഇതിൽ കൊണ്ടുവന്നത് ഫ്ലഡ് ഫോർ വർക്ക് പ്രോഗ്രാം എന്ന് വെച്ചാൽ ജോലിക്ക് പകരം ഭക്ഷണം, ട്രെയിനിങ് ഫോർ റൂറൽ യൂത്ത് ഫോർ സെൽഫ് എംപ്ലോയ്മെൻറ്റ് തുടങ്ങിയ പദ്ധതികൾ ഇക്കാലത്താണ് ആരംഭിച്ചത്. അടിയന്തരാവസ്ഥ പ്രഖ്യാപനവും 1975 ജൂൺ 26 ആയിരുന്നു. തുടർന്നുണ്ടായ സംഭവങ്ങളും 5-ാം പദ്ധതിയുടെ ഭാഗമായ നടത്തിപ്പിന് വിഘാതമായി. അതുപോലെ ദേശീയ വരുമാനത്തിൽ 5.0%, പ്രതീക്ഷിത വരുമാനത്തിൽ 2.7% വാർഷിക വളർച്ച പദ്ധതി കാലയളവിൽ നേടിയുള്ളൂ. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം അധികാരത്തിൽ വന്ന ജനതാ ഗവൺമെൻറ് 1977 5-ാം പഞ്ചവത്സര പദ്ധതി റദ്ദാക്കുകയും പകരം 6-ാം പദ്ധതി റോളിംഗ് പ്ലാനായി നടപ്പിലാക്കുകയും ചെയ്തു. 2 വർഷം മാത്രം റോളിംഗ് പ്ലാൻ 1978-1980 തുടർന്നു. 1980 അധികാരത്തിൽ വന്ന കോൺഗ്രസ് ഗവൺമെൻറ് ഈ പദ്ധതി ഉപേക്ഷിക്കുകയും 6-ാം പദ്ധതി ആരംഭിക്കുകയും ആണ് ചെയ്തത്. അപ്പോൾ 5-ാം പദ്ധതി ദാരിദ്ര്യ നിർമ്മാർജ്ജനമാണ് നമുക്കറിയാം. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് ശ്രീമതി ഇന്ദിരാഗാന്ധി 1975 20 പരിപാടി കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. കാർഷിക ഉൽപ്പാദനം ലക്ഷ്യമാക്കിയാണ് ഇവർ ഈ വികസനം കൊണ്ടുവന്നതെന്ന് നമുക്കറിയാം. മൊറാർജി ദേശായി ഗവൺമെൻറ് ആ സമയത്ത് 1978 ഒരു വർഷം മുൻപേ 5-ാം പദ്ധതി അവസാനിപ്പിക്കുകയും ചെയ്തു. ഹരിബി ഘടാവ് എന്ന മുദ്രാവാക്യമാണ് 5-ാം പഞ്ചവത്സര പദ്ധതിയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടതാണെന്ന് നമുക്കറിയാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം തുടർന്നുണ്ടായ രാഷ്ട്രീയ മാറ്റങ്ങളും 5-ാം പദ്ധതിയുടെ സുഗമമായ നടത്തിപ്പിന് തടസ്സവുമായി. 5.1% മാത്രമാണ് പദ്ധതിയുടെ ശരാശരി വാർഷിക നിരക്കായി കിട്ടിയത്. പിന്നെ നമുക്ക് 6-ാം പഞ്ചവത്സര പദ്ധതി 1980. അപ്പോൾ ഈ എന്താണ് റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം. മൊറാർജി ദേശായിയുടെ ജനതാ ഗവൺമെൻറ് 1978-80 കാലയളവിൽ റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചല്ലോ. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ച ഗുണ്ണാർ മിർഡാൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനയാണ് ഏഷ്യൻ ഡ്രാമ. ഗുണ്ണാർ മിർഡാനാണ് ഏഷ്യൻ ഡ്രാമയാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന.
സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നാണ് ഈ പദ്ധതിക്ക് ഉദ്ദേശം കൊടുത്തത്. അതാണ് റോളിംഗ് പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത് റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് 5ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 79 ശേഷം പിന്നെ 6ാം പഞ്ചവത്സര പദ്ധതിയാണ് വന്നത്. 6ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 6ാം പദ്ധതിയുടെ ലക്ഷ്യം. 6ാം പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ദാരിദ്ര്യ നിർമ്മാർജ്ജനം. ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു 6ാം പദ്ധതിയുടെ ലക്ഷ്യം. കാർഷിക വ്യവസായ മേഖലകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നതിൽ ഉപലക്ഷ്യമായിരുന്നു. കാർഷിക മേഖല, കാർഷികവും വ്യവസായവും ആ മേഖലകളിൽ അടിസ്ഥാന കാര്യങ്ങൾ മെച്ചപ്പെടുത്തുക. RLEPG, IRDP, NREP എന്നീ വികസന പദ്ധതികൾ 6ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഉണ്ടായത്. ഗ്രാമത്തിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും വികസനം ലക്ഷ്യമാക്കിയാണ് DWCRA, ഡെവലപ്മെൻറ്റ് ഓഫ് വുമൺ ആൻഡ് ചിൽഡ്രൻ ഓഫ് റൂറൽ ഏരിയാസ് പദ്ധതി ആരംഭിച്ചത്. 6ാം പദ്ധതി കാലത്താണ് 1986 ഈ പദ്ധതി ദേശീയ വരുമാനത്തിൽ 5.4% വാർഷിക വളർച്ച നേടുകയും ചെയ്തു. അപ്പം 6th 5-year പ്ലാൻ 1980-85 നമുക്കറിയാം. ജനതാ ഗവൺമെൻറ് നടപ്പിലാക്കിയ റോളിംഗ് പ്ലാൻ 1980 ജനുവരി 14 അധികാരത്തിൽ തിരിച്ചു വന്ന ഇന്ദിരാഗാന്ധി നിർത്തലാക്കിയെന്ന് നമുക്കറിയാം. പിന്നെന്താണ്, നെഹ്റുവിയൻ പ്ലാൻ തിരികെ കൊണ്ടുവരികയും ചെയ്തു. സാമ്പത്തികവും സാങ്കേതികവുമായ സ്വാശ്രയത്വം കൈവരിക്കുക, ആധുനിക സാങ്കേതിക വിദ്യയുടെ ഉപയോഗം വർദ്ധിപ്പിക്കുക, ദേശീയ വരുമാനം 5.2% വാർഷിക വളർച്ച നേടുക, കുടുംബാസൂത്രണ പരിപാടികൾ കാര്യക്ഷമമായി നടപ്പാക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം സാധ്യമാക്കുക തുടങ്ങിയ ആയിരുന്നു പദ്ധതി ലക്ഷ്യങ്ങൾ. ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് 1984 ഒക്ടോബർ 31 തുടർന്ന് രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നു. അദ്ദേഹം വ്യാവസായിക വികസനത്തിന് വിവര സാങ്കേതിക വിദ്യ വികസനത്തിനുമാണ് മുൻതൂക്കം കൊടുത്തത്. നാഷണൽ ഹൈവേ സിസ്റ്റം ഈ കാലയളവിൽ ആദ്യമായി നടപ്പിലാക്കി സാമ്പത്തിക ഉൾക്കരണത്തിന് തുടക്കം കുറിച്ചു. ഈ കാലയളവിലാണ് IRDP, RLEP, NREP തുടങ്ങിയ സാമൂഹ്യ വികസന പദ്ധതികൾ വന്നത്. വീണ്ടും പറഞ്ഞു, ഇനി അത് മതി, അത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അടുത്തത് 7th 5-year 1980-85 നമ്മൾ 6th പറഞ്ഞു. ഇനി 1985-90 1985-90 ഏത് വന്നത്? 7ാം പദ്ധതി വന്നത്. 7th 5-year പ്ലാൻ വന്നത്. അപ്പം 1985 നവംബർ 9 പദ്ധതി അംഗീകരിക്കപ്പെട്ടു. വേഗത്തിലുള്ള വികസന, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം എന്നിവയായിരുന്നു 7ാം പദ്ധതിയുടെ അടിസ്ഥാനം. അപ്പോൾ എന്തൊക്കെയാണ് വേഗത്തിലുള്ള വികസനം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. വേഗത്തിലുള്ള വികസനം, ആധുനികവൽക്കരണം, സ്വാശ്രയത്വം. ആധുനികവൽക്കരണം എന്ന് പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ 2.5 ലക്ഷം കുട്ടികൾക്ക് അധികമായി വിദ്യാഭ്യാസം നൽകുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും വേഗത്തിലാക്കുക എന്നിവയൊക്കെയായിരുന്നു ഇതിൻ്റെ നേട്ടങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാന ലക്ഷ്യങ്ങളെന്ന് പറയുന്നത് എന്തൊക്കെയാണ്? വാർഷിക സാമ്പത്തിക വളർച്ചാ നിരക്ക് 5% കൈവരിക്കുക, വാർഷിക വളർച്ച 4% നേടുക, വ്യവസായ കന്നി മേഖലകളിൽ 8.7%, വൈദ്യുതി, കുടിവെള്ളം തുടങ്ങിയ മേഖലകളിൽ 12%, ഗതാഗത വാർത്താവിനിമയ രംഗത്ത് 6.6% വാർഷിക വളർച്ച നേടുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം വേഗത്തിലാക്കുക, 40 ദശലക്ഷം ആൾക്കാർ തൊഴിൽ നൽകുക, ഗ്രാമക്കുടിൽ വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, അതുപോലെ പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയിൽ 25 ലക്ഷം കുട്ടികൾക്ക് അധികമായി വിദ്യാഭ്യാസം നൽകുക, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുക, ഗ്രാമീണ റോഡുകളുടെ നിർമ്മാണവും പുനരുദ്ധാരണവും വേഗത്തിലാക്കുക. പക്ഷേ ഇതൊക്കെ കൊണ്ടുവന്നെങ്കിലും നേടിയതെന്ന് പറയുന്നത് സാമ്പത്തിക വളർച്ച 5% ലക്ഷ്യമിട്ടിരുന്നിടത്ത് 5.8% വാർഷിക വളർച്ച നേടാൻ കഴിഞ്ഞു. കാർഷിക ഉൽപ്പാദനം 172.17 ദശലക്ഷം ആയി തുടർന്നു. വ്യാവസായിക മേഖലയിൽ 6% വാർഷിക വളർച്ച കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ 736 ദശലക്ഷം ഹെക്ടർ സ്ഥലത്തേക്ക് വ്യാപിപ്പിച്ചു. വൈദ്യുതി ഉൽപ്പാദനം 1989 ആയപ്പം വൈദ്യുതി ഉൽപ്പാദനം എന്ത് ചെയ്തു? 58,080 മെഗാവാൾട്ടായി ഉയർന്നു.
പിന്നെന്താണ് സ്പീഡ് പോസ്റ്റ് സർവീസ് 1989 ആരംഭിച്ചു. റേഡിയോ TV നിലയങ്ങളുടെ എണ്ണം 184 നിന്ന് 384 വർദ്ധിപ്പിച്ചു. അങ്ങനെ 7ാം പദ്ധതിയുടെ അവസാനമായപ്പോഴേക്കും രാജീവ് ഗാന്ധി മന്ത്രിസഭ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയും VP സിംഗ് പ്രധാനമന്ത്രിയായി അധികാരത്തിൽ വരികയും ചെയ്തു. 1989 ഡിസംബർ 2 അധികാരത്തിൽ വന്ന VP സിംഗ് സർക്കാർ 1990 നവംബർ 10 പുറത്തായി. പകരം ചന്ദ്രശേഖർ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സർക്കാർ 1990 നവംബർ 10 മുതൽ 1991 ജൂൺ 21 വരെ ഏതാണ്ട് 8 മാസം അധികാരത്തിൽ തുടർന്നു. അടുത്തത് വാർഷിക പദ്ധതികളാണ്. എന്തൊക്കെയാണ് വാർഷിക പദ്ധതി? 1990-92 പദ്ധതികൾ എന്ന് പറയുന്നത് 1989 അവസാനം മുതൽ ഏതാണ്ട് 1992 വരെ ഇന്ത്യയിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം നിലനിന്നു. VP സിംഗ്, ചന്ദ്രശേഖർ എന്നീ 2 പ്രധാനമന്ത്രിമാർ ഈ കാലയളവിൽ രാജ്യം ഭരിച്ചു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പിലാക്കുന്നതിനെതിരായ കലാപവും പണപ്പെരുപ്പവും വിദേശ കരുതൽ ധനശേഖരത്തിനുണ്ടായ കുറവും രാജ്യത്ത് വലിയ അനിശ്ചിതത്വം സൃഷ്ടിച്ചു. 8ാം പദ്ധതി നടപ്പിലാക്കുന്നതിന് ഈ കാലയളവിൽ കഴിയുമായിരുന്നില്ല. ഇതിനെ തുടർന്ന് 1990, 91, 92 വർഷങ്ങൾ വാർഷിക പദ്ധതി നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. 8ാം പദ്ധതിയുടെ ചട്ടക്കൂടിൽ നിന്നായിരുന്നു വാർഷിക പദ്ധതികൾ നടപ്പിലാക്കിയത്. 1991 ജൂൺ 21 VV നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു. ഇത്രയും കാര്യങ്ങളാണ് 7ാം പദ്ധതിയിൽ പറയുന്നത്. വാർത്താവിനിമയ രംഗത്താണ് പുരോഗതി നേതൃത്വം കൊടുത്തത്. പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ സാങ്കേതിക ഉപദേഷ്ടാവായിരുന്നു സാം പിത്രോഡ. അതുപോലെ തന്നെ കേന്ദ്രത്തിൽ രാഷ്ട്രീയ അനിശ്ചിതത്വം കാരണം 1990 മുതൽ 92 വരെ വാർഷിക പദ്ധതികളായിരുന്നു. അതുപോലെ പദ്ധതി 6.1 വാർഷിക വളർച്ചയാണ് നേടുകയും ചെയ്തത്. ഇനി 8ാം പഞ്ചവത്സര പദ്ധതിയിൽ എന്താണ് പറയുന്നതെന്ന് നോക്കാം. അപ്പോൾ 8ാം പഞ്ചവത്സര പദ്ധതിയിൽ പറയുന്നത് എന്താണ്? 8ാം പഞ്ചവത്സര പദ്ധതി അടിസ്ഥാന ലക്ഷ്യം മനുഷ്യൻ്റെ വികസനമായിരുന്നു. പ്രാഥമിക വിദ്യാഭ്യാസം, ശുദ്ധജല വിതരണം, കൂടുതൽ തൊഴിലവസരങ്ങൾ, ജനസംഖ്യാ നിയന്ത്രണം എന്നിവയുടെ വികസനമായിരുന്നു മാനവ വികസന പദ്ധതിയുടെ പ്രധാന ഘടകങ്ങളെന്ന് പറയുന്നത്. വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണമായിരുന്നു 8ാം പദ്ധതിയുടെ ലക്ഷ്യം. നരസിംഹറാവു ഗവൺമെൻറ് പുത്തൻ സാമ്പത്തിക പരിഷ്കാരം ന്യൂ എക്കണോമിക് പോളിസി കൊണ്ടുവന്നത് 8ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. 8ാം പദ്ധതി ലക്ഷ്യം വെച്ചത് 5.6% വളർച്ചാ നിരക്കാണ്. എന്നാൽ 6.8% വളർച്ച കൈവരിക്കാൻ സാധിച്ചുള്ളൂ. നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് 1992 നിലവിൽ വന്നു. പഞ്ചായത്തി രാജ് 1993 ഏപ്രിൽ 24 നിലവിൽ വന്നു. അങ്ങനെ ഇനി അടുത്തത് 9ാം പഞ്ചവത്സര പദ്ധതി. അപ്പോൾ ഈ 8ാം പഞ്ചവത്സര പദ്ധതി കാലത്ത് 1992 ഏപ്രിൽ 1 പദ്ധതി ആരംഭിച്ചു എന്ന് പറഞ്ഞു. നെഹ്റുവിയൻ സാമ്പത്തിക നയങ്ങൾക്ക് പകരം മുതലാളിത്ത നയങ്ങൾ ശക്തമായി നടപ്പിലാക്കാൻ തുടങ്ങിയ ഒരു കാലയളവായിരുന്നു. ഡോക്ടർ മൻമോഹൻ സിംഗ് ആയിരുന്നു ഈ കാലയളവിലെ ധനകാര്യമന്ത്രിയായിരുന്നത്. വിദേശകാര്യമന്ത്രി ധനശേഖരത്തിൻ്റെതായ കുറവ് പരിഹരിക്കാൻ വിദേശ കടം കുറയ്ക്കുക, വ്യവസായങ്ങളുടെ ആധുനികവൽക്കരണം, പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കുക, കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, പ്രാഥമിക രംഗത്ത് കൂടുതൽ മുതൽ മുടക്ക് നടത്തുക, കാർഷിക വിളവുകളുടെ വൈവിധ്യവൽക്കരണത്തിലൂടെ കർഷകർക്ക് മെച്ചപ്പെട്ട വരുമാനം ഉറപ്പാക്കുക തുടങ്ങിയവയായിരുന്നു 8ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. റാവു മൻമോഹൻ മാതൃക എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. റാവു മൻമോഹൻ മാതൃക എന്നാണ് ഈ പദ്ധതി അറിയപ്പെടുന്നത്. അടുത്ത 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9ാം പദ്ധതി 1997-2002. അപ്പോൾ 1992-97 8ാം പഞ്ചവത്സര പദ്ധതി. 1992-97 8ാം പഞ്ചവത്സര പദ്ധതി. 1997-2002 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പദ്ധതിയുടെ തുടക്കം രാഷ്ട്രീയ അനിശ്ചിതതകൾ നിറഞ്ഞതായിരുന്നു. പദ്ധതി തുടങ്ങുമ്പോൾ HD ദേവഗൗഡയായിരുന്നു ഇന്ത്യൻ പ്രധാനമന്ത്രി. എന്നാൽ ഗൗഡ 1997 ഏപ്രിൽ 21 അധികാരത്തിൽ നിന്ന് പുറത്തായി. തുടർന്ന് ഏപ്രിൽ 21 മുതൽ 1998 മാർച്ച് 19 വരെ IK ഗുജറാൾ പ്രധാനമന്ത്രിയായി. പിന്നീട് വാജ്പേയി ഗവൺമെൻറ് 19 മാർച്ച് 1998 അധികാരത്തിൽ വന്നു. വാജ്പേയി ഗവൺമെൻറ്റാണ് പദ്ധതി പൂർത്തീകരിച്ചത്. 1997 ഏപ്രിൽ 1 മുതൽ പദ്ധതി ആരംഭിച്ചു. 1999 ഫെബ്രുവരിയിൽ നാഷണൽ ഡെവലപ്മെൻറ്റ് കമ്മിറ്റി പദ്ധതി പുതുക്കി അംഗീകരിച്ചു. പിന്നെ വളർച്ച സാമൂഹ്യനീതി സമത്വത്തിനനുസരിച്ചായിരിക്കണമെന്നായിരുന്നു 9ാം പദ്ധതിയുടെ അടിസ്ഥാന പ്രമാണം. അതുപോലെ ദാരിദ്ര്യർക്ക് ഭവന നിർമ്മാണ സഹായം, കുട്ടികൾക്ക് പോഷകാഹാരം ലഭ്യമാക്കൽ, ശുദ്ധജല വിതരണം ലഭ്യമാക്കൽ, പ്രാഥമിക
ആരോഗ്യ സൗകര്യം വർദ്ധിപ്പിക്കൽ, പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കൽ, ദാരിദ്ര്യർക്ക് ഭവന നിർമ്മാണം സഹായം, ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് 9ാം പദ്ധതി പ്രാധാന്യം നൽകി. ജനകീയ പദ്ധതി എന്നാണ് 9ാം പദ്ധതി അറിയപ്പെടുന്നത്. സ്ത്രീ ശാക്തീകരണം തുടക്കമിട്ട പഞ്ചവത്സര പദ്ധതിയാണ് 9ാം പഞ്ചവത്സര പദ്ധതി. ജനകീയ പദ്ധതി എന്നറിയപ്പെടുന്ന പദ്ധതി 9ാം പഞ്ചവത്സര പദ്ധതിയാണ്. രണ്ടാമത്തെ ആണവ പരീക്ഷണമായ ഓപ്പറേഷൻ ശക്തി ഇന്ത്യ നടത്തിയത് 9ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ്. കുടുംബശ്രീ ആരംഭിച്ചത് 9ാം പഞ്ചവത്സര പദ്ധതി മെയ് 17-ന് 1998 മെയ് 17-നാണ് കുടുംബശ്രീ കൊണ്ടുവന്നത്. ലക്ഷ്യമിട്ടത് 6.5% വളർച്ച നിരക്കാണ്. എന്നാൽ നേടിയത് 5.4% വളർച്ച മാത്രമേ നേടാൻ കഴിഞ്ഞുള്ളൂ. അടുത്തത് പറയുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ്. വിദേശ മൂല്യ നിക്ഷേപം $750 കോടി ഉയർത്താനും 5 വർഷം കൊണ്ട് ഓഹരി വിൽപ്പനയിൽ 78,000 കോടി രൂപ സമാഹരിക്കാനും പദ്ധതി ഉദ്ദേശിച്ചിരുന്നു. സാക്ഷരത 75% ഉയർത്തുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനം 10 വർഷമാക്കൽ, ആളോഹരി വരുമാനം ഇരട്ടിപ്പിക്കുക എന്നിവ 10ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. കേരള വികസന പദ്ധതി നടപ്പിലാക്കപ്പെട്ടത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്തെന്ന് ചോദിച്ചാൽ 10ാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് കേരള വികസന പദ്ധതി. ലക്ഷ്യമിട്ടത് 8.1 വളർച്ച ആണെങ്കിൽ നേടിയത് 7.7% മാത്രമേ കിട്ടിയുള്ളൂ. 1950 മുതൽ 1980 വരെയുള്ള കാലയളവിലാണ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ ശരാശരി വളർച്ചാ നിരക്ക് 3.5% ഈ വളർച്ചാ നിരക്കിനെ കുറിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ഹിന്ദു വളർച്ചാ നിരക്കെന്ന് പറയുന്നത്. ഹിന്ദു വളർച്ചാ നിരക്ക് എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് രാജകൃഷ്ണനായിരുന്നു. അപ്പോൾ പഞ്ചവത്സര പദ്ധതി 2002-2007 10ാം പഞ്ചവത്സര പദ്ധതി എന്ന് ഓർക്കുക. 2002-2007. ഇനി 2002-2007 10ാം പഞ്ചവത്സര പദ്ധതി. 11-2007-2012 പഞ്ചവത്സര പദ്ധതി. അത് 11ാം പദ്ധതിയുടെ പ്രഖ്യാപിത ലക്ഷ്യം എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് ആണ്. ദാരിദ്ര്യം 10% കുറയ്ക്കുക, 7 കോടി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, ജനസംഖ്യാ വളർച്ച നിരക്ക് കുറയ്ക്കുക എന്നിവയെല്ലാം ഈ പദ്ധതിയുടെ ഭാഗമാണ്. 1000-ന് മേൽ ജനസംഖ്യയുള്ള എല്ലാ ഗ്രാമങ്ങളിലും റോഡുകൾ, കാർഷിക മേഖലയിൽ 4% വളർച്ചാ നിരക്ക്, എല്ലാവർക്കും ശുദ്ധജലം, ആഭ്യന്തര ഉൽപ്പാദന വളർച്ച നിരക്ക് 9% വർദ്ധിപ്പിക്കുക, മാതൃമരണ നിരക്ക് 100-ന് 1 കുറയ്ക്കുക എന്നിവ 11ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളായിരുന്നു. 11ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്ത് വന്ന വനമേഖല 5% വർദ്ധിപ്പിക്കുക, 7.9% വളർച്ച നിരക്ക് കൈവരിക്കാൻ ഈ പദ്ധതിക്ക് സാധിച്ചു. പഞ്ചവത്സര പദ്ധതികളിൽ ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് കൈവരിച്ചത് 11ാം പഞ്ചവത്സര പദ്ധതി 2007-2012. ഇനി നമുക്ക് 12ാം പഞ്ചവത്സര പദ്ധതി നോക്കാം. 12ാം പഞ്ചവത്സര പദ്ധതി എന്ന് പറയുമ്പോൾ അത് ശരിക്കും 2012-2017. അപ്പം നമ്മൾ 2012-2017 12ാം പഞ്ചവത്സര പദ്ധതിയിലാണ് എത്തിയത്. 12ാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം 2012 ഏപ്രിൽ 1 മുതൽ 2017 മാർച്ച് 31 വരെയാണ്. സുസ്ഥിര വികസനമാണ്, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്, ത്വരിതഗതിയിലുള്ള വളർച്ച, ഫാസ്റ്റർ ഗ്രോത്ത്, എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വളർച്ച, ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്നിവയാണ് 12ാം പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. 12ാം പദ്ധതിയുടെ കരട് രേഖയിൽ 9% വളർച്ച നിരക്കാണ് ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ 2012 ഡിസംബറിൽ ചേർന്ന ദേശീയ വികസന സമിതിയുടെ യോഗം 8% എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് നോക്കേണ്ടത് ഈ പാഠത്തിൽ മിക്സഡ് എക്കോണമി ഇൻ ഇന്ത്യയാണ്. ഇന്ത്യയിൽ ആധുനിക രീതിയിലുള്ള ബാങ്കിങ് സമ്പ്രദായത്തിന് തുടക്കം കുറിച്ചത് ബാങ്ക് ഓഫ് ഹിന്ദുസ്ഥാൻ 1970-ലായിരുന്നു. എന്നാൽ ഇന്ത്യയിലെ ഏറ്റവും പഴക്കമുള്ള തദ്ദേശീയ ബാങ്ക് അലഹബാദായിരുന്നു. അലഹബാദ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ച വർഷം 1865. ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ ബാങ്ക് സിറ്റി യൂണിയൻ ബാങ്ക് 1904-ലാണ്. UTI ബാങ്കിൻ്റെ ഇപ്പോഴത്തെ പേര് ആക്സിസ് ബാങ്ക് എന്നുമാണ്. ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ ബാങ്കുകളുടെ സേവനങ്ങളെ സംബന്ധിക്കുന്ന പരാതികൾക്ക് പരിഹാരം കാണുന്നതിനായി 2006 നിലവിൽ വന്ന സമ്പ്രദായമാണ് ബാങ്കിങ് ഓംബുഡ്സ്മാൻ എന്നറിയപ്പെടുന്നത്. ഇനി നമുക്ക് എന്താണ് മിക്സഡ് എക്കോണമി എന്ന് നോക്കാം. ജവഹർലാൽ നെഹ്റു ആണ് ഇത് ഡിസൈഡ് ചെയ്തത്. ഹൈബ്രിഡ് ആണ് ക്യാപിറ്റലിസം ആൻഡ് സോഷ്യലിസം നൂൺ ആസ് മിക്സഡ് എക്കോണമി. ക്യാപിറ്റലിസവും സോഷ്യലിസവും കൂടെ ചേരുന്നതാണ് മിക്സഡ് എക്കോണമി. പ്രൈവറ്റ് സെക്ടറും അതുപോലെ തന്നെ പബ്ലിക് സെക്ടറും കൂടെ ചേരുന്നത്. അത് രണ്ടും ചേർന്നാൽ മാത്രമേ ഇതൊരു കോ എക്സിസ്റ്റൻസ് മൾട്ടിപ്പിൾ മോഡ്സ് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ ആവുള്ളൂ. 5 ഇയർ പ്ലാൻ പീരീഡ് സമയത്ത് അദ്ദേഹം ഡിസൈഡ് ചെയ്തതാണ് ഇതെല്ലാം. അപ്പം ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് മിക്സഡ് എക്കോണമി സ്പ്ലിറ്റ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ്റെ കൺസെപ്റ്റാണ് ഇതിലുള്ളത്. ഇതിൻ്റെ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്നത് ഇത് ശരിക്കും സോഷ്യൽ ജസ്റ്റിസ് ആണ് ഇതിൻ്റെ ത്രൂ ഇൻക്രീസിങ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ IPR
ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് IPR എന്ന് പറയുന്നത്. ഇതിൻ്റെ മിക്സഡ് എക്കോണമി നൽകുന്ന ഡെഫിനേഷൻ്റെ ഷേപ്പാണ് അത് അനൗൺസ്മെൻറ്റ് ചെയ്ത ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 അപ്പോൾ IPR 1956 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ മിക്സഡ് എക്കോണമിയുടെ ഒരു ഷേപ്പ് നൽകുന്ന ഡെഫിനിറ്റാണിത്. അതുപോലെ 1948 മോഡിഫൈഡ് ചെയ്തതാണ് ഈ 1956 IPR എന്ന് പറയുന്നത്. ഇത് ഈ പോളിസി റെസൊല്യൂഷൻ 1956 ക്ലാസിഫൈഡ് ചെയ്തു 3 കാറ്റഗറി ആയിട്ടാണ് ചെയ്തത്. ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത് കംപ്രൈസ്ഡ് ഇൻഡസ്ട്രിയൽ അണ്ടർ ദ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി. ഇൻഡസ്ട്രിയൽ സ്റ്റേറ്റ് റെസ്പോൺസിബിലിറ്റി എന്ന് വെച്ചാൽ വ്യാവസായിക മേഖലയുടെ പ്രതികരണമായിരുന്നു. ഇതിൽ ഇൻക്ലൂഡ് എന്ന് പറയുന്നത് എന്താണ്, ആംസ് ആൻഡ് അമ്മ്യൂണിഷൻ ആയിരുന്നു, അറ്റോമിക് എനർജി, അയൺ ആൻഡ് സ്റ്റീൽ, ഇതൊക്കെ ഇതിൽ പെടും. സെക്കൻഡ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഇൻഡസ്ട്രി കംപ്രൈസ്ഡ് ദാറ്റ് ഇൻഡസ്ട്രി വിത്ത് കുഡ് ബി നാഷണലൈസ്ഡ് ആണ്. അടുത്തത് ഇൻ ദിസ് കാറ്റഗറി പ്രൈവറ്റ് സെക്ടർ ഇൻഡസ്ട്രീസ് അലൗഡ് എക്സ്പാൻഡ് ചെയ്യുക. പിന്നെ തേർഡ് കാറ്റഗറി എന്ന് പറയുന്നത് റെസ്റ്റ് ഓഫ് ദ ഇൻഡസ്ട്രീസ് ആണ്. റെസ്റ്റ് എന്ന് വെച്ചാൽ പ്രൈവറ്റ് സെക്ടർ പ്ലേസും എക്കണോമിക് ആൻഡ് സോഷ്യൽ പോളിസി ഗവൺമെൻറ്റും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഇത് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ വെച്ച് പ്രൊവൈഡ് എംബസൈസ് ദ മിക്സഡ് എക്കോണമി. IPR 1970, 1973, 1980 എൻഷുർ ദ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ റിസോഴ്സ് പ്രോഫിറ്റ് എക്കണോമിക് ജസ്റ്റിസ്. ഇതിൽ ആ നീതിയാണ് വരുന്നത്. പിന്നെ എന്താണ്, സ്ട്രെങ്തൻഡ് ആണ് അഗ്രികൾച്ചർ ത്രൂ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടറാണ് ഇതിൽ വരുന്നത്. ഇപ്പോൾ 5 ഇയർ പ്ലാൻ 1958-61 കാലഘട്ടത്തിൽ ഉള്ള ഇൻഡിപെൻഡൻസ് പബ്ലിക് പ്രൈവറ്റ് സെക്ടറാണ് വന്നത്. 3rd ഇയർ പ്ലാനിൽ ഇതിൻ്റെ മെഷർ കർബ് ചെയ്യുന്നുണ്ട്. 4th ഇയർ പ്ലാൻ നൽകിയിട്ടുള്ള അത് ഡോമിനൻ്റ് പബ്ലിക് സെക്ടറിനാണ് ശരിക്കും പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻസ് നൽകിയത്. പബ്ലിക്കായിട്ട് നടത്തുക, അത് 5th സ്വകാര്യ വ്യക്തികൾക്ക് നൽകാതെ പൊതു ഭരണത്തിൽ കൂടി തന്നെ ഇതിനെ ഉയർത്തുക എന്നുള്ളതായിരുന്നു. അതിനാണ് ഈ പ്ലാനിങ് കൊണ്ടുവന്നത്. 12 വരെയുള്ള പ്ലാനിങ്ങും അതിനുള്ളതായിരുന്നു. ഇതിൻ്റെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ, ഇതിൻ്റെ റിസോഴ്സും എല്ലാം പബ്ലിക് സെക്ടറായിരുന്നു. ഇതിൻ്റെ മെയിൻ ഫീച്ചേഴ്സ് ഓഫ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത് എയിംഡ് അറ്റ് ദ പാർട്ടിസിപ്പേഷൻ ഓഫ് പ്രൈവറ്റ് ആൻഡ് പബ്ലിക് സെക്ടർ. ഇതിൻ്റെ എയിം എന്ന് പറയുന്നത് പ്രൈവറ്റും പബ്ലിക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അപ്പം സ്വകാര്യ വ്യക്തികളും അതുപോലെ തന്നെ പൊതു മേഖലയും ഇതിന് വേണമെന്നുള്ളതാണ്, പങ്കെടുക്കണം. മിക്സഡ് എക്കോണമി എയിംഡ് പ്ലാൻഡ് എക്കണോമി ഡെവലപ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് കൺട്രോളിലായിരിക്കണം ഈ മിക്സഡ് എക്കോണമി പക്ഷേ ഉണ്ടായിരിക്കേണ്ടത്. പിന്നെ മിക്സഡ് എക്കോണമി പെർമിറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഇറ്റ് ആൾസോ എൻഷുർ ദെയർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്. അതുപോലെ മിക്സഡ് എക്കോണമിയിൽ പ്രൈവറ്റ് പ്രോപ്പർട്ടിയും വേണം. അതുപോലെ ഇത് എല്ലാ ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഇൻകവും വെൽത്തും സമ്പത്തും അതിൻ്റെ വരുമാനങ്ങളും എല്ലാം ഇത് ചെയ്യുന്നത് എന്ത് തന്നെയാണ്, ഇത് എക്കണോമിക് ഇത് പ്രൈവറ്റ് മിക്സഡ് എക്കണോമിക് പ്രോപ്പർട്ടിയിൽ കൂടി പബ്ലിക് സഹായിക്കും, ഇൻകവും വെൽത്തും ഒക്കെ. അതുപോലെ തന്നെ ദ പ്രൈസസ് ഓഫ് ദ എസെൻഷ്യൽ കമ്മ്യൂണിറ്റി വെയർ ഇൻ ദ ഹാൻഡ്സ് ഓഫ് പബ്ലിക് സെക്ടറാണ് ഇതിൻ്റെ കൈകാര്യങ്ങൾ, ഇത് കൈമാറ്റങ്ങളെല്ലാം നടത്തുന്നത്. ഈ മിക്സഡ് എക്കണോമി ഇത് പെർമിറ്റ് പ്രൈവറ്റ് പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു മാനേജ്മെൻറ്റ് കോട്ടയിൽ കൂടി കാര്യങ്ങൾ ചെയ്യുമ്പം അവർ പൈസ ചിലവാക്കുമ്പം അതിൻ്റെ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഉദ്യോഗാർത്ഥികൾക്ക് ശമ്പളം കൊടുക്കുന്ന ഗവൺമെൻറ് ആയിരിക്കും. ഇതിൻ്റെ റീക്യാപ്പ് എന്ന് പറയുന്നത് 3 മെയിൻ പില്ലേഴ്സ് ഓഫ് ദ ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജി ഓഫ് നെഹ്റു വെയർ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ ആൻഡ് ദ മിക്സഡ് എക്കോണമി. അപ്പോൾ ഇത് 3 മെയിൻ പില്ലേഴ്സ്, 3 മെയിൻ തൂണുകളെന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ് സ്ട്രാറ്റജിയിൽ നെഹ്റുവിൻ്റെ ഇൻഡസ്ട്രിയൽ ആൻഡ് അഗ്രികൾച്ചർ ഗ്രോത്തിന് കൊണ്ടുവന്നതാണ്. അപ്പം വ്യവസായവും കൃഷിയും എൻ്റെ വളർച്ചയ്ക്കായിട്ട് കൊണ്ടുവന്ന 3 തൂണുകളാണ് അദ്ദേഹം. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ പബ്ലിക് സെക്ടർ ആൻഡ് ദ മിക്സഡ് എക്കോണമി. അത് പബ്ലിക് സെക്ടറിൻ്റെ ഡെവലപ്മെൻറ്റിന് ഈ മിക്സഡ് എക്കോണമി ഉപകരിക്കുമെന്ന് അദ്ദേഹം വിചാരിച്ചു. അതുപോലെ ഇന്ത്യ പ്രൊമോട്ട് ദ മിക്സഡ് എക്കോണമി എലോങ് ദ പ്രൈവറ്റ് സെക്ടർ. അതുപോലെ മിക്സഡ് എക്കോണമി ഇന്ത്യയുടെ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി എന്താണ് പ്രൈവറ്റ് സെക്ടറാണ് എന്ത് ചെയ്തത്, അത് പ്രൊമോട്ട് ചെയ്തത്. നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ടു ഫോർമുലേറ്റ് പ്ലാൻസ് ഫോർ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തത് തന്നെ
എന്താണ് ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റിന് വേണ്ടിയാണ്. കറാച്ചി റെസൊല്യൂഷൻ എൻഷ്യൂർഡ് ദാറ്റ് ഓണർഷിപ്പ് ഓഫ് കീ ഇൻഡസ്ട്രീസ്. അപ്പം വ്യവസായത്തിൻ്റെ താക്കോൽ ഉടമകൾക്ക് എൻഷ്യൂർ ചെയ്യുന്നത് എന്താണ് കറാച്ചി റെസൊല്യൂഷൻ അതോടെയാണ്. ഇനി പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ കാൾഡ് ബോംബെ പ്ലാൻ. ശരിക്കും 1944 ബോംബെ പ്ലാനാണ് ഈ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് പറയുന്നത്. എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി ലെയ്ഡ് ഡൗൺ ദ ഏരിയാസ് ഓഫ് ദി പബ്ലിക് സെക്ടർ. എക്കണോമിക് പ്രോഗ്രാം കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് സെക്ടറിലോട്ട് ഉള്ള ഏരിയയിലോട്ടാണ് ഇത് കിടന്നത്. ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ വാസ് റെക്കഗ്നൈസ്ഡ് 15 മാർച്ച് 1950. 1950 മാർച്ച് 15 പ്ലാനിംഗ് കമ്മീഷൻ വന്നത്. 1950 മാർച്ച് 15 ഓർത്ത് വയ്ക്കുക ഡേറ്റ്. പ്രൈം മിനിസ്റ്റർ വാസ് ദ ചെയർപേഴ്സൺ ഓഫ് ദ പ്ലാനിംഗ് കമ്മീഷൻ. ഈ പ്ലാനിംഗ് കമ്മീഷൻ നടക്കുന്ന സമയത്ത് ഏതാണോ പ്രധാനമന്ത്രി അവരായിരിക്കും അതിൻ്റെ ചെയർമാൻ. ഇപ്പം ഇത് നമ്മൾ 2012 നീതി ആയോഗ് വന്നപ്പോൾ അതിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയതുകൊണ്ട് അദ്ദേഹം ചെയർമാൻ. ആദ്യത്തെ പ്ലാനിംഗ് കമ്മീഷൻ 1951-56 ജവഹർലാൽ നെഹ്റു ആയതുകൊണ്ട് അദ്ദേഹമായിരുന്നു പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ. ഇനി 2015 പ്ലാനിംഗ് കമ്മീഷൻ നീതി ആയോഗായി മാറി 2015. The economic planning was carried through 5-year plan FIP. എക്കണോമിക് പ്ലാനിങ്ങിനെ ക്യാരി ചെയ്തത് ചുമന്നിരുന്നത് 5-year പ്ലാൻ ആയിരുന്നു. PC മഹലനോബിസ് ഡ്രാഫ്റ്റഡ് ദ സെക്കൻഡ് 5-year പ്ലാൻ. PC മഹലനോബിസ് ആണ് പ്രൊഫസർ ചന്ദ്ര മഹലനോബിസ് ആണ് ശരിക്കും രണ്ടാമത്തെ 5-year പ്ലാനിൻ്റെ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയത്. PC മഹലനോബിസ് ആയിരുന്നു. ദ തേർഡ് പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ദ ജോൺ സാൻഡേ ആൻഡ് സുക്മോയ് ചക്രബർത്തി മോഡലാണ് തേർഡ് പ്ലാൻ എന്ന് പറയുന്നത്. എന്നാൽ 1966-68 ഡിക്ലെയർ ചെയ്ത പ്ലാൻ ഹോളിഡേ ആണ് ഡിക്ലെയർ ചെയ്ത്. 1966-68 പ്ലാൻ ഹോളിഡേ ഡിക്ലെയർ ചെയ്ത്. പിന്നെന്താണ് ഗരീബി ഹഠാവോ ഇൻ ദ 5th പ്ലാനിലാണ്. അത് കൊണ്ടുവന്നത് ഇന്ദിരാഗാന്ധിയാണ്. പ്ലാൻ ഹോളിഡേ ഒന്നുകൂടെ പറയാം. പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത് 1966 മുതൽ 69 വരെയുള്ള 3 വർഷക്കാലത്തിനെയാണ്. 1966 മുതൽ 1969 വരെ 3 വാർഷിക പദ്ധതികളാണ് നിലനിന്നത്. അതാണ് ഈ പ്ലാൻ ഹോളിഡേ എന്ന് പറയുന്നത്. അതുപോലെ റോളിംഗ് പ്ലാൻ കൊണ്ടുവന്നത് 1978-80. ഈ റോളിംഗ് പ്ലാൻ എന്ന് വെച്ചാൽ മൊറാർജി ദേശായി ജനതാ ഗവൺമെൻറ് 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ അവതരിപ്പിച്ചത്. റോളിംഗ് പ്ലാൻ എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ഗുണ്ണാർ മിർഡോൽ എന്ന സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചനയാണ് ഏഷ്യൻ ഡ്രാമ എന്നറിയപ്പെടുന്നത്. സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച എന്നാണ് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാമൂഹ്യ നീതിയോടൊപ്പം വളർച്ച എന്നതിന് പകരം സാമൂഹ്യ നീതിക്ക് വേണ്ടിയുള്ള വളർച്ച, അതാണ് റോളിംഗ് പ്ലാൻ. മൊറാർജി ദേശായിയാണ് ഇത് കൊണ്ടുവന്നത്. ഇതിൻ്റെ ആശയം കൊണ്ടുവന്നത് ഗണ്ണാർ മിർഡനാണ്. ഏഷ്യൻ ഡ്രാമയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രമുഖ രചന. ഏഷ്യൻ ഡ്രാമയാണ് ഗണ്ണാർ മിർഡൻ്റെ. 1978-80 കാലഘട്ടത്തിലാണ് റോളിംഗ് പ്ലാൻ വരുന്നത്. മൊറാർജി ദേശായിയാണ്, ജനതാ ഗവൺമെൻറ്റാണ്. അടുത്തത് എക്കണോമിക് ലിബറേഷൻ ഇൻ ദ 6th പ്ലാൻ. 6ാമത്തെ പ്ലാൻ എന്ന് പറയുന്നത് എക്കണോമിക്കൽ ലിബറേഷനാണ്, സാമ്പത്തിക സ്വാതന്ത്ര്യമാണ്. ഇനി ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ IPG വെയർ ഇൻട്രൊഡ്യൂസ്ഡ് ഡ്യൂറിങ് 1992. അപ്പോൾ ഈ 7ാം പഞ്ചവത്സര പദ്ധതിക്കും 8ാം പഞ്ചവത്സര പദ്ധതിക്കും ഇടയ്ക്കാണ് എന്തൊക്കെ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും ഗ്ലോബലൈസേഷനൊക്കെ വന്നത്. ടോട്ടൽ ഓഫ് ദ 12 5th year പ്ലാൻ, ആകെ 12 പഞ്ചവത്സര പദ്ധതികളാണ് 5-year പ്ലാനാണ് ഉണ്ടായിരുന്നത്. ദ മിക്സഡ് എക്കോണമി ഈസ് എയിംഡ് അറ്റ് ദി ജോയിൻറ്റ് ഓപ്പറേഷൻ ഓഫ് ദ പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ. മിക്സഡ് എക്കോണമിയുടെ എയിം തന്നെ എന്താണ്? പബ്ലിക് സെക്ടറിനെയും പ്രൈവറ്റ് സെക്ടറിനെയും കൂടെ എന്ത് ചെയ്യണം? ജോയിൻ ചെയ്ത് അതിന് ഒരു ഓപ്പറേഷൻ ഉണ്ടാക്കണമെന്നായിരുന്നു. The concept of the mixed economy was a first split in the Industrial Policy Resolution 1948. 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ആദ്യമായിട്ട് സ്പ്ലിറ്റ് ചെയ്തത്. അതിൻ്റെ കൺസെപ്റ്റാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനിൽ നിന്നാണ് മിക്സഡ് എക്കോണമി വന്നത്. 1948 ദ കൺസെപ്റ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. മിക്സഡ് എക്കോണമിയുടെ കൺസെപ്റ്റ് ജവഹർലാൽ നെഹ്റു വരാൻ തന്നെ കാരണം 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ്. ദ കൺസെപ്റ്റ് ഓഫ് എ മിക്സഡ് എക്കോണമി വാസ് ഗിവൺ ഡെഫിനിറ്റ് ഷേപ്പ് വിത്ത് ദ അനൗൺസ്മെൻറ്റ് ഓഫ് ദി ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ ഓഫ് 1957. അപ്പോൾ ഇതിൻ്റെ കൺസെപ്റ്റ്, മിക്സഡ് ഇക്കോണമിയുടെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എന്താണ്?
ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1956 ഇത് എന്ത് ചെയ്തു, അനൗൺസ്മെൻറ്റ് ചെയ്തു, ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. അടുത്തത് നമുക്ക് ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് കടക്കാം. ക്വസ്റ്റ്യൻ ആൻസറിലോട്ട് നമുക്ക് കടക്കാം. ഓക്കെ. വാട്ട് സെറ്റപ്പ് ദ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി NPC? ജവഹർലാൽ നെഹ്റു ആണ് സെറ്റപ്പ് ചെയ്തത് NPC, നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ. വെൻ വാസ് ദ നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ്? നാഷണൽ പ്ലാനിംഗ് കമ്മീഷൻ സെറ്റപ്പ് ചെയ്യുന്നത് 1938. വെൻ വാസ് ദ പ്ലാൻ ഓഫ് ദ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ ഫോർമുലേറ്റഡ്? എപ്പോഴാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇന്ത്യ ഫോർമേറ്റ് ചെയ്തത്? 1945. വാട്ട് ഈസ് ദ അതർ നെയിം ഓഫ് ദി പ്ലാൻ ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർ ഇന്ത്യ ഫോർമുലേറ്റഡ്? അത് ബോംബെ പ്ലാനാണ് ശരിക്കും ഇന്ത്യയിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഫോർമേറ്റ് ചെയ്യാൻ കാരണം. ബോംബെ പ്ലാൻ 1944 ബോംബെ പ്ലാനാണ്. വെൻ വാസ് ദ പ്ലാനിംഗ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ്? എപ്പോഴാണ് പ്ലാനിംഗ് കമ്മീഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് പറഞ്ഞാൽ 1950 മാർച്ച് 15 ഓർക്കുക. വാട്ട് വാസ് ദ ഫോക്കസ് ഓഫ് ദി ഫസ്റ്റ് 5 ഇയർ പ്ലാൻ? എപ്പോഴാണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറിൽ നിന്നാണ്. അത് എന്താണ് ഫസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് പറഞ്ഞാൽ പബ്ലിക് സെക്ടറാണെന്ന് ഓർക്കുക, പൊതു മേഖലയാണെന്ന് ഓർക്കുക. വിച്ച് പ്ലാൻ പ്രപ്പോസ്ഡ് ദ എസ്റ്റാബ്ലിഷ് ഓഫ് IITs? IITs എപ്പോഴാണ് എസ്റ്റാബ്ലിഷ് ചെയ്തത്? അത് ഫസ്റ്റ് 5 ഇയർ പ്ലാനിലാണ്, 1956. വിച്ച് പ്ലാൻ വാസ് ദ കാൾഡ് ദ മഹലനോബിസ് പ്ലാൻ? ഈ മഹലനോബിസ് പ്ലാൻ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണെന്ന് ചോദിച്ചാൽ സെക്കൻഡ് 5 ഇയർ പ്ലാനിനെയാണ് PC മഹലനോബിസ് പ്ലാൻ എന്ന് പറയുന്നത്. വിച്ച് പ്ലാൻ എസ്റ്റാബ്ലിഷ്ഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ് ആൻഡ് 5 സ്റ്റീൽ പ്ലാന്റ്സ്? എപ്പോൾ എസ്റ്റാബ്ലിഷ് ചെയ്തു ഹൈഡ്രോ ഇലക്ട്രിക് പവർ പ്രോജക്റ്റ്, 5 സ്റ്റീൽ പ്ലാന്റ്സുകൾ? സെക്കൻഡ് 5 ഇയർ പ്ലാനിലാണ് ചെയ്തത്. വിച്ച് പ്ലാൻ ഈസ് കാൾഡ് ദ ജോൺസ് ആൻഡ് സുക്മോർ ചക്രവർത്തി മോഡൽ പ്ലാൻ എന്ന് പറയുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ തേർഡ് 5 ഇയർ പ്ലാനാണ്. വെൻ വാസ് ദ പ്ലാൻ ഹോളിഡേ ഡിക്ലെയർഡ്? ഹോളിഡേ ഡിക്ലെയർ ചെയ്ത പ്ലാൻ ഏതാണെന്ന് ചോദിച്ചാൽ 1966, 1968 4ാം പഞ്ചവത്സര പദ്ധതി കാലം കഴിഞ്ഞപ്പോഴാണ്, 4നും 5നും ഇടയ്ക്ക്. വിച്ച് പ്ലാൻ ഈസ് ബേസ്ഡ് ഓൺ ഗാഡ്ഗിൽ ഫോർമുല? ഗാഡ്ഗിൽ ഫോർമുല ഏതാണ്? 4th 5 ഇയർ പ്ലാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ 13. വിച്ച് പ്ലാൻ ലോഞ്ച്ഡ് ഡ്രൗട്ട് പ്രോൺ ഏരിയ പ്രോഗ്രാം DPAP? 4th 5 ഇയർ പ്ലാനിലാണ്. വിച്ച് പ്ലാൻ ഇൻട്രൊഡ്യൂസ് ദ ഗരീബി ഘടാവോ പ്ലാൻ ഏതെന്ന് ചോദിച്ചാൽ ദ 5th 5 ഇയർ പ്ലാനാണ്. വെൻ വാസ് ദ നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് നബാർഡ് ഫൗണ്ട്? നബാർഡ് എന്നാണ് 1982 ജൂലൈ 12 ജൂലൈ 1982 നബാർഡ് വന്നത്. ഈ നബാർഡ് ബാങ്കിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടി തുടങ്ങിയ ഒരു ബാങ്കാണ്. അവർക്ക് ലോൺ കൊടുക്കുന്നത്, അവരുടെ സമ്പാദ്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെല്ലാം ഈ നബാർഡ് എന്ന് പറയുന്ന ബാങ്കാണ്. അത് 1982 ജൂലൈ 12 ജൂലൈ 1982 ഇത് ഫോം ചെയ്തത്. വിച്ച് പ്ലാൻ വാസ് ദ 5 ഇയർ പ്ലാൻ? ഏത് പ്ലാനിനെയാണ് ലാസ്റ്റ് 5 ഇയർ പ്ലാൻ എന്ന് അറിയപ്പെടുന്നത്? 12ാം പഞ്ചവത്സര പദ്ധതി 12th 5 ഇയർ പ്ലാൻ. സുസ്ഥിര വികസനമാണ് അതിൻ്റെ ലക്ഷ്യം. വാട്ട് വാസ് ദ എയിം ഓഫ് ദി 12th ഇയർ പ്ലാൻ? അതിൻ്റെ എയിം എന്ന് പറയുന്നത് ഫാസ്റ്റർ, മോർ ഇൻക്ലൂസീവ് ആൻഡ് സസ്റ്റൈനബിൾ ഗ്രോത്ത് എന്ന് വെച്ചാൽ സുസ്ഥിര വികസനമാണ്. അത് ഫാസ്റ്റായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതായിരുന്നു. വേർ വാസ് ദ മിക്സഡ് എക്കോണമി ഫസ്റ്റ് മെൻഷൻഡ്? എവിടെയാണ് മിക്സഡ് എക്കോണമി ചെയ്തത്? ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ 1948, 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് 1948. അതുവഴിയാണ് ഈ മിക്സഡ് എക്കോണമി എന്ന കൺസെപ്റ്റ് നെഹ്റു കൊണ്ടുവന്നത്. റെസൊല്യൂഷൻ എന്താണ്? പോളിസി റെസൊല്യൂഷൻ
എന്താണ് ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് 1948 ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷനാണ് ജവഹർലാൽ നെഹ്റുവിന് മിക്സഡ് എക്കോണമി എന്ന ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത്. വിച്ച് പ്ലാൻ എംഫസൈസ്ഡ് ദ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ? ഏത് പ്ലാനാണ് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടർ ഇൻഡിപെൻഡൻ്റ് ആക്കിയത്? സെക്കൻഡ് ഇയർ പ്ലാനാണ് 1958-61 കാലഘട്ടത്തിലാണ്.